ആഷിഖേ അലമ്പുണ്ടാക്കല്ല ആഷിഖ്. റെഡി സർ, റോളിംഗ് സർ. തുണി എഴുതുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർ. ഉണ്ടാവേണ്ടതാണ്. ഉണ്ടായില്ലെങ്കിൽ അവന്റെ കഞ്ഞി കൂടി മുട്ടുമല്ലോ. ഇതിന്റെ I thought she's laughing, but she's like, you know, sorry. Yeah, you're breathing. Thank you so much. She's breathing. ബ്രീത്തിങ്. Yeah. മമ്മൂക്ക പേടിച്ചിട്ട് ഡയലോഗ് എത്തിക്കുന്നതെന്ന് പറയുമ്പോൾ മമ്മൂക്കയ്ക്ക് ദേഷ്യമാണ്. അവൻ ഡയലോഗ് പഠിക്കാണ്ട് വന്നിട്ട് എന്റെ മേത്താണ് കുറ്റം പറയുന്നത് ചോദിക്കും. അവൻ പാടിയ പാട്ടുകൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ. മഞ്ഞുമൽ ബോയ്സ് റിലീസ് ഐ ഗോട്ട് ലോട്ട്സ് ഓഫ് ടാക്സ് അഗൈൻ ബിക്കോസ് ദാറ്റ് സോങ് ബിക്കേം ഹിറ്റ്. അതെ, I'm an actor. I'm a technician who is acting. പ്രോപ്പർ ലിറിക്സ്. പിന്നെ മറ്റേ ഡനക്കിനൊക്കെ എല്ലാവർക്കും ഒരു വോയിസ് നോട്ട് മിഥുൻ മാനൻ തോമസിന്റെ വന്നിട്ടുണ്ട്. അതൊക്കെ പറയാൻ പാടില്ല. ഏത് ഇന്റർവ്യൂ തന്നെ കാണാം. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. വെൽക്കം ടു സ്കൈലാൻഡ് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ മലയാളക്കരയാകെ ഒന്നടങ്കം വെയിറ്റ് ചെയ്യുന്ന ഒരു മാസ് എന്റർടൈൻമെന്റിന് മെയ് 23 സാക്ഷിയാവുകയാണ് ടർബോ വരാ. ഓക്കെ, സോ ടർബോയുടെ റിലീസ് വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ടീം ടർബോ ആണ്. വെൽക്കം ടു സ്കൈലാൻഡ് പിക്ചേഴ്സ്. Thank you so much. ഓക്കെ, സോ ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ മിഥുൻ മാനുവൽ തോമസ് ഒരു വെർസറ്റൈൽ റൈറ്റർ ആണ്. സോ അദ്ദേഹത്തിന്റെ ഒരു മാസ സിനിമ വരുമ്പോൾ അത് എത്രത്തോളം ഡിഫറെന്റ് ആയിരിക്കും? എത്രത്തോളം ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് മിഥുൻ എഴുതുന്നത് കൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആണ്. അത് മിഥുൻ വൈശാഖ് എന്ന് പറഞ്ഞ രണ്ടുപേരുടെ കോമ്പിനേഷൻ വരുമ്പോൾ പിന്നെയും ഡിഫറെൻ്റ് ആവുകയാണ്. അതിൻ്റെ അകത്തേക്ക് മമ്മൂട്ടി കമ്പനി വരുന്നു, മമ്മൂക്ക എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വരുന്നു, പിന്നെയും ഡിഫറെൻ്റ് ആയി. പിന്നെ ഞങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗത്തായതുകൊണ്ട് അങ്ങനെ മാറി വേറെ സിനിമ പോലെ ആവുന്നില്ല ഈ സിനിമ എന്നുള്ളതാണ്. പിന്നെ ഒരു ജോണർ, നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ജോണർ ഇതിനു മുമ്പ് പല സിനിമകളും കണ്ടിട്ടുണ്ടാവും. ആ ഒരു ടെംപ്ലേറ്റിലുള്ള ഒരു പടം തന്നെയാണ്. അത് ട്രെയിലർ കണ്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിന്റെ വ്യത്യസ്തത എന്താന്ന് പറഞ്ഞാൽ എന്റെ കഥ പറയേണ്ടി വരും. അപ്പൊ അത് 23-ാം തീയതി നമ്മൾ പടം കോമ്പിനേഷൻ തന്നെയാണ് ഡിഫറെന്റ്. വൈശാഖ് സാറ്, മിഥുൻ ചേട്ടൻ, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, മമ്മൂക്ക. ഇത് തന്നെയാണ്. പിന്നെ വൈശാഖേട്ടന്റെ പഴയ പടങ്ങൾ പോലെ അല്ല, അതിന്റെ ഒരു ഫ്രഷ് അപ്രോച്ച് ആണ്. സ്റ്റിൽ ജോണറിലല്ല, നമ്മുടെ ടെക്നിക്കലി. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ എന്താ ആദ്യം തുടക്കത്തിൽ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാല് സ്വാഭാവികമായിട്ടും മാസ സിനിമകൾക്ക് കഥക്കപ്പുറത്തേക്ക് ആ മാസിനെയാണ് ഹൈലൈറ്റ് ചെയ്യുക. ബട്ട് സ്റ്റിൽ മിഥുൻ എഴുതുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർ. ഉണ്ടാവേണ്ടതാണ്. ഉണ്ടായില്ലെങ്കിൽ അവന്റെ കഞ്ഞി കൂടി മുട്ടുമല്ലോ മിഥുന്റെ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. മിഥുന്റെ ആയിട്ടുള്ള രീതിയിലുള്ള പരിപാടികളെല്ലാം ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരായിട്ടുള്ള ഇൻപുട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അത് നല്ല അത് അപ്പീലിംഗ് ആയതുകൊണ്ടാണല്ലോ മമ്മൂക്ക പടത്തിലേക്ക് വരികയും വൈശാഖേട്ടൻ പടത്തിലേക്ക് വരികയും എല്ലാവരും പടത്തിലേക്ക് വരാൻ കാരണം ആ ഒരു പൾസ് കിട്ടിയവർക്ക്. Okay, so right sir, very happy to see you here. Thank you. And മലയാളത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് സാറിനോട് ടർബോയുടെ കഥ പറഞ്ഞത് ആരാണ്? അതിൽ എന്താണ് സാറിനെ ഹുക്ക് ചെയ്ത ഒരു എലമെന്റ്? വൈശാഖ് സാറാണ് ഇത് കഥ പറഞ്ഞത്. അത് പറയുമ്പോൾ എനിക്ക് ഹുക്ക് ചെയ്തത് ഇതിന്റെ ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടറാണ്. സോ വെൻ യു ആർ എൻ ആക്ടർ യു ഓൾവേസ് ലിസൺ ടു ടു തിങ്സ്. വൺ ഇസ് സ്റ്റോറി. Sorry, like I too early. So then like I thought she's laughing, but she's like, you know, sorry. Yeah, you're breathing. Thank you so much. She's breathing. Yeah, she's breathing. Okay. So there are two things that attract. First, we are selfishly looking at our character. Yeah, of course. Okay. And then it's not only about the character; it's about the cinema. Is the cinema working well in this with this character? So when he narrated the character of Vetrivel Shanmugasundaram, I was actually scared a little. Like, will I be doing this character in this large scale cinema with this big star? And that's not the only thing. Like, you know, there are other people who have done negative role to the best of possibilities, who is Sunil Sir and Kabir Singh. So am I doing this was a real question to me. And when he said itself, like I was completely hooked, and then asked, like, you know, when is the shooting? So I thought he will tell another 3 months. He's like 15 days. I'm like, So then I had to cancel everything that I had right then. Oh, and great, then I had great. Yeah. So you had cancelled something to do this? Yeah. I had to. But it's worth. Of course it's worth. Even now I cancelled something for the promotion. I had a shooting in Kannada. Yeah. Oh my God. Yeah. Because like, see, when you do something, you need to do it with complete heart. In the sense, like, you know, they too understand it. So when I asked a date, free the date in Kannada cinema, they said the same thing. ഇപ്പോൾ ഞങ്ങളുടെ പടം ഇപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്കും ഡേറ്റ് വേണം. So if the other team will
will understand that, then we should understand. So then like, please go sir. That's what they said and sent me for 10 days. വല്ലപ്പോഴും ഇങ്ങനെ ഒരു ചാൻസ് വരുള്ളൂ, നമ്മൾ കയറി പിടിക്കുക എന്നുള്ളത് മാത്രം. എസ്പെഷ്യലി മമ്മൂക്ക അതായിരുന്നു ശരിക്കുള്ള ആ ഒരു അത്തരം കാര്യങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് ഇത് എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ മമ്മൂക്കയായിരുന്നു. I think I would be lying if I say yes. See, he is a big reason, there is no doubt. But also, we need to think about our character. Otherwise, we won't be completely happy doing this project. The thing is, and that's not the only thing. I'm not an actor. I'm a technician who is acting. Apo, We don't think that. no, I can act. I'm not telling I can. I'm telling I don't think like an actor. So if I am investing my time as an actor, it should be actually learning process to me. Every film, if I think that like, I'll go and offer something I have and I'll come, that is not the case. I should go there, learn something if I don't know, observe something, see how everybody works, take something home. I think that would be the biggest payment. I really knew from the moment everything in this movie had that package. Vaishak as director, Midun's writing, the character, the co-artist, and Mammootty sir. Because to see him and to see him act, that's a course itself. Acting course itself. Who would miss that chance? Of course. അതെ, എനിക്ക് തോന്നുന്നു അതേ സെയിം അഭിപ്രായമായിരിക്കും നിങ്ങൾക്ക് ഉള്ളത് അല്ലേ? ഒരു കോഴ്സ് കാണും പോലെ അല്ലെ, ഒരു യൂണിവേഴ്സിറ്റിയെ നേരിട്ട് കാണുന്ന ഫീൽ ആയിരിക്കും. സോ അഞ്ജന എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആ ഒരു മൂവിക്ക് ശേഷം ഹംസധ്വനി എന്നൊരു ക്യാരക്ടറിന് ശേഷം ഇത്രയും ഒരു ഇമ്പാക്ട് ഉള്ള ഒരു പ്രത്യേകിച്ച് മമ്മൂക്കയെ പോലുള്ള ഒരാൾ, മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക കമ്പനി നിർമ്മിക്കുന്ന ഒരു സിനിമ അതിന്റെ ഭാഗമാക്കാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ എന്തായിരുന്നു അത് ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? പേരുകളൊക്കെ വലുതാണ്, ഹംസധ്വനി, ഭയങ്കര അട്രാക്റ്റീവ് നല്ല പേരുകളാണ് രണ്ടും. പാച്ചു കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തത് ഒരു വർത്ത് ഇറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു വിത്ത് ടർബോ. കാരണം പാച്ചു കഴിഞ്ഞ് കുറെ നരേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഓഫ്കോഴ്സ് ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പറയില്ല, നമ്മളെ സെലക്ട് ചെയ്തെന്ന് വേണം ടർബോയ്ക്ക് പറയാൻ. പക്ഷെ വെയിറ്റ് ചെയ്ത് ഓക്കെ പതുക്കെ ചെയ്താൽ മതി എന്നുള്ള ഡിസിഷൻ ഒരു വർത്ത് ഇറ്റ് ആയിരുന്നെന്ന് എനിക്ക് ടർബോന്റെ റോളിൽ കൊണ്ടാണ് ഇത്. പിന്നെ ഓഫ്കോഴ്സ് ഫസ്റ്റ് തന്നെ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ വൈശാഖ് സാറും മിഥുൻ മാനുവൽ തോമസ്, മമ്മൂട്ടി കമ്പനി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഇത് ഏത് പ്രോജക്റ്റ് ആയതെന്ന് പറഞ്ഞ് ഓഫ് കോഴ്സ് രാജ് പറഞ്ഞ പോലെ നമ്മൾ സെൽഫിഷാണ്. നമ്മുടെ കഥാപാത്രം എന്താണ്, നമ്മൾ എൻറ്റയർ കഥയിൽ അത് എവിടെയാണ് പ്ലേസ്ഡ് അതൊക്കെ നോക്കും. അപ്പോൾ അതും വളരെ നല്ലതായിരുന്നു. വൈശാഖ് സർ കംപ്ലീറ്റ്ലി നരേറ്റ് ചെയ്തു, എൻ്റെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ ക്ലിയർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ കൺഫേംഡ് എന്നുള്ളൊരു ഇതായി. ഓക്കെ, മമ്മൂക്കായിട്ടുള്ള ഒരു ഫസ്റ്റ് ഷോട്ട് എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? മമ്മൂക്ക ആദ്യമായിട്ട് മമ്മൂക്കയുടെ മുമ്പിൽ അഭിനയിക്കുന്ന സീൻസ് ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് പിന്നെ പറയല്ലേ, മമ്മൂക്കയുടെ ഫസ്റ്റ് ഷോട്ട് എനിക്ക് അല്ല എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാനെന്നല്ല, ഏതൊരു മലയാളിയും ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന ഒരാളാണ് മമ്മൂക്ക. അപ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോഴും ഷോട്ടിനേക്കാൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത ഫസ്റ്റ് മമ്മൂക്ക സെറ്റിലോട്ട് വന്നു. അന്ന് മമ്മൂക്ക് ഷൂട്ടില്ല, പുള്ളി പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ. അപ്പോൾ എല്ലാവരും കണ്ട് പരിചയപ്പെടുക. അപ്പം തന്നെ നമ്മൾ അയ്യോ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നു. പിന്നെ ഞാൻ വെയിലത്തായിരുന്നു നിൽക്കുന്നു, തണലോട്ട് നിന്നു, ഇനി ഞങ്ങളെ നോക്കേണ്ടതെന്ന് പറഞ്ഞ് മമ്മൂക്ക തണലോട്ട് നിർത്തി. അതെ ഫസ്റ്റ് ഷോട്ടിൽ ഡയലോഗ്സ് ഒന്നുമില്ല, ജസ്റ്റ് റിയാക്ഷൻസേ ഉള്ളൂ. മമ്മൂക്കയുടെ റിയാക്ഷൻസ്, എൻ്റെ റിയാക്ഷൻസ് അത്രേ ഉള്ളൂ. മോസ്റ്റ്ലി പുള്ളി വളരെ കംഫർട്ടബിൾ ആക്കുന്ന, കോ ആക്ടേഴ്സിന് ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരു ആളാണ്. ചിലത് മമ്മൂക്ക നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതായത് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു ഒരു പേടിയുണ്ട്, ഒരു ടെൻഷനുണ്ട്. ബട്ട് ദെൻ ആ ഒരു അപ്രൂവൽ കിട്ടിയാൽ വി ആർ വെരി ഹാപ്പി. പിന്നെ പുള്ളി പറയുകയും ചെയ്യും ഒന്നെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു നോഡ്, അത് തന്നെ നമുക്ക് വലിയ കാര്യമാണ്. ചിരിക്കും, പുഞ്ചിരി വരുമോ. നമുക്ക് പൊതുവിൽ അങ്ങനെയല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, നമുക്ക് പൊതുവിൽ അത്തരം കാര്യങ്ങൾ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. പല ആളുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം തന്നെ ആയിരിക്കില്ല. അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ വൈശാഖ് സാറിന്റെ അടുത്ത് പറയും എന്താ പറയാ വന്നു. അല്ല, ഞാനിപ്പോൾ പറയുന്നത് മമ്മൂക്കയുടെ ഈ കാര്യങ്ങൾ തന്നെ. നമുക്ക് ഒരുപാട് എല്ലാവരെയും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, നമുക്ക് എല്ലാവരെയും നമ്മൾ ഇരിക്കുമ്പോൾ സെറ്റിൽ ആരൊക്കെയാണ് വരുന്നത്, എല്ലാ കാര്യങ്ങളും തൊട്ടും നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് തന്നെയാണുള്ള പ്രൊഡ്യൂസർ, എല്ലാ ദിവസവും നമ്മൾ അഭിനയിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും അതെ എല്ലാ ദിവസവും രാവിലെ അത് ആ സ്പോട്ട് കട്ട് ചെയ്തിട്ട് കാണാറുണ്ട് നമുക്ക്. അപ്പം ആ സൈഡിൽ നിന്ന് വരുന്ന ഹെൽപ്പെല്ലാം ഗംഭീരമാണ്. നമുക്ക് ഡയലോഗ് തെറ്റിക്കുന്ന എല്ലാവരും തെറ്റിക്കും. നമ്മൾ കണ്ണൂസ് പാണ്ട സമയത്തൊക്കെ ചില ആൾക്കാരൊന്നും ഡയലോഗ് തെറ്റിച്ചിട്ട്
മമ്മൂക്ക പേടിച്ചിട്ട് ഡയലോഗ് എത്തിക്കുന്നതെന്ന് പറയുമ്പോൾ മമ്മൂക്കയ്ക്ക് ദേഷ്യമാണ്. അവൻ ഡയലോഗ് പഠിക്കാണ്ട് വന്നിട്ട് എന്റെ മേത്താണ് കുറ്റം പറയുന്നത് ചോദിക്കും. Some people get no. So they will say that because of Mammootka, I couldn't. They will say that what did I do? ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അത് വെറുതെ പറയുന്നതെന്നാണ് മമ്മൂക്ക പറയുന്നത്. അവൻ ഡയലോഗ് മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് എന്റെ മേത്തിടരുതെന്ന് പറയും. നിരഞ്ജനം മിണ്ടാതിരിക്കുകയാണ്. ട്രെയിലറിൽ നമ്മൾ നിരഞ്ജനെ കണ്ടില്ല. എന്താണ് വേറെന്തെങ്കിലും ചെയ്യാണ്? അതിന്റെ വേറെന്താ ലോകത്താണ് നിരഞ്ജന? അല്ല, എന്റെ അടുത്ത് ഇതുവരെ ഒന്നും പറയരുത്. എന്റെ അടുത്തൊന്നും ചോദിക്കില്ല. നിരഞ്ജനോട് ഒരുപാട് അപ്പൊ കുറച്ച് അടുത്ത 5 ചോദ്യം നിരഞ്ജനയോട് ഞങ്ങൾ കേട്ടിരിക്കട്ടെ. അല്ല, നിരഞ്ജനോട് ചോദ്യം ഉണ്ട്. ശരിക്കും ഇങ്ങോട്ട് മാറിപ്പോയത് കൊണ്ടാണ് ആ നിരഞ്ജന ഇനി അങ്ങോട്ടേക്ക് പോട്ടെ. അങ്ങോട്ട് തന്നെ പോയോ? ഇല്ല പറയോ ക്യാരക്ടറിനെ പറ്റി ആരും പിന്നെ എന്റെ ക്യാരക്ടറിന്റെ പേര് സിത്താര എന്നാണ്. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാൻ, ഞാൻ ട്രെയിലറിലില്ല, എന്റെ ഒന്നും ട്രെയിലറിലില്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന കുറെ ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടന്റ് വൈസ് അത് പറയാതെ ബാക്കിയൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാരക്ടറിനെ പറ്റി ഒന്നും അതില് അല്ല പറയാൻ പറ്റില്ല, കാരണം ആ കഥയുടെ മെയിൻ കണ്ടന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. കൂടുതൽ റിവീൽ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണല്ലോ ട്രെയിലറിലും പടം കണ്ടു തന്നെ അറിയാം. ഇപ്പൊ അതുപോലെ നിരഞ്ജന, എനിക്ക് തോന്നുന്നു ലോഹ ഇറങ്ങിയിട്ട് ഒരു 9 വർഷത്തോളം ആകുന്നല്ലേ? 9 വർഷമായോ ലോഹ? പ്രേമത്തിന് മുമ്പായിരുന്നല്ലേ? 2015 ലോഹ? 16 അപ്പൊ ഏകദേശം 8 വർഷത്തോളം ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോഹത്തിന് ശേഷമുള്ള, അപ്പോൾ അങ്ങനെ ഒരു രഞ്ജിത്ത് സാറിന്റെ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വരുന്നതുകൊണ്ട് നമുക്കൊരു വലിയ ചാൻസ് ആയിരുന്നു. അതിനുശേഷം ഒരു നർത്തകിയായ അഭിനേത്രിക്ക് സത്യം പറഞ്ഞാൽ അല്ല നമുക്ക് നമ്മുടെ കഴിവിനൊത്ത ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് വന്നിട്ടില്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്റെ കഴിവിനൊത്തതല്ലേ എനിക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനൊരു എന്താ പറയാ പരിഭവം അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അത് വന്നു ചേരേണ്ട കാര്യങ്ങളാണ്. ഞാൻ എത്രത്തോളം ഇതിനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എത്രത്തോളം സ്വീകാര്യത എൻ്റെ അടുത്തുണ്ട്, അതിനനുസരിച്ച് ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെ നേരത്തെ, ഞാൻ 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് എൻ്റെ ഫസ്റ്റ് സിനിമ. അപ്പം ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ MA ജസ്റ്റ് കഴിഞ്ഞു ഈ വർഷം. അപ്പം ആ പ്രോസസ്സിൽ എനിക്കൊന്ന് ഭയങ്കര ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ്. അപ്പം അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ കഴിവിനൊത്ത കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പോൾ ശബരീഷിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഇപ്പോൾ ഇന്നാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. എനിക്ക് ആദ്യം ഒരു അഭിനേതാവിനേക്കാൾ എന്നെ ടച്ച് ചെയ്യുന്നത് എന്താണെന്ന് പറയും, അദ്ദേഹത്തിലെ ലിറിക്സിസ്റ്റാണ്. അതിൽ നമ്മുടെ റോക്ക് സ്റ്റാറിലെ ആ പാട്ടില്ലേ, കവിളിണയിൽ കളിയായൻ കൈതൊട്ടതിനാലെ അഴകുള്ള ഒരു ആമ്പൽപ്പൂ വിരിയുന്നത് പോലെ. എനിക്ക് തോന്നുന്നു ഒരു പെണ്ണിന്റെ ഒരു തന്റെ കാമുകിയുടെ കവിളിൽ തൊടുമ്പോൾ നാണം കൊണ്ടൊരു ആമ്പൽപ്പൂ പോലെ ആകുന്ന ഒരു പെണ്ണിന് ആദ്യമായിട്ട് ഒരാൾ ഈ പാട്ട് സ്പോട്ട് ചെയ്ത് പറയുന്നത് അതിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം അത്രക്കും അണ്ടർ റേറ്റഡ് ആയി പോയൊരു പാട്ടാണ്. ഇപ്പൊ ഒരു 1.6 മില്യൺ വ്യൂസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഫിലിം സോങ്സിന്റെ പ്രത്യേകത, പടം വർക്കായില്ലെങ്കിൽ ആ പാട്ടുകളും ഇത് അതിൽ ഞാൻ പാട്ടുകൾ എഴുതിയിരുന്നു. പ്രശാന്ത് ആയിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ടർ. ഹി ഹാസ് എ ബഞ്ച് ഓഫ് ലവ് ഇൻ ഹിസ് ഹേർട്ട്. ഐ തിങ്ക് അല്ലേ, അങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ എന്തോരം പ്രണയം ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. അയ്യോ, എനിക്ക് സത്യമായിട്ട് ഞാൻ പാടിയ പാട്ടുകൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ. വേറൊരു പാട്ട് അത് കാര്യം വേറെ പെട്ടെന്ന് ഏതാണ് പ്രേമത്തിലെ പാട്ട്? പ്രേമം ഇറങ്ങിയ സമയത്ത് പ്രേമം അൻപോട് He was the one who was when Manjamal Boys released, I got lots of tags again because that song became hit. അതെ, അതിന് കുറെ ടാഗ് ഉണ്ട്. അത് പാടല്ല, മനസ്സിൽ തട്ടുന്ന വേറെ ഒരുപാട് പാട്ടുകൾ ഉണ്ടാവില്ലേ? ഒരുപാട് പാട്ടുകളോ ഉണ്ടാവുമല്ലോ. പിന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ കേട്ട് ആണ് ഇത് പാട്ടൊക്കെ എഴുതാൻ പറ്റിയതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരുപാട് ചെറുപ്പം തൊട്ട് ലിറിക്സ് ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ആയതായിരിക്കും. ഇപ്പോഴും ഞാനൊരു ഫുൾ ഫ്ലെഡ്ജ് ലിറിസിസ്റ്റ് എന്ന് പറയുന്നില്ല. ഇപ്പോഴത്തെ മലയാളത്തിൽ ഇപ്പോ പ്രസന്റ് അങ്ങനെ കുറെ പേരുണ്ട്. ഭാസ്കരൻ മാസ്റ്റർ തൊട്ട്, പി ഭാസ്കരൻ തൊട്ട്, വയലാർ തൊട്ട്,
യൂസഫ് അലി കേച്ചേരി, അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി, ഒരുപാട് ഷുബു ചക്രവർത്തി, ഒരുപാട് മലയാളത്തിൽ എത്ര നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള എല്ലാവരും എൻ്റെ ഫേവറേറ്റാണ്. ഇപ്പം ഭയങ്കര രസമുള്ളൊരു കാലഘട്ടത്തിലല്ലേ വിനായക്, സുഹൈൽ, മോസിൻ, അങ്ങനെ ഒരുപാട് ഭയങ്കര രസമുള്ളൊരു എക്സ്പ്ലോറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. മലയാളം പാട്ടുകൾ ഗ്ലോബലി റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. റോളിംഗ് സ്റ്റോൺസ് വരെ പോസ്റ്റ് ചെയ്തിരുന്നു മലയാളം സോങ്സിൻ്റെ. അപ്പോൾ അത് ഇവരെല്ലാവരും ഫേവറേറ്റ് ആണ്. എല്ലാവരും ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ആൾക്കാരുമാണ് ഇവരെല്ലാവരും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരും എല്ലാവരും നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ഒന്ന് സമകാലികരുടെ അടുത്താണ് ഏറ്റവും, കാരണം ഇപ്പോഴത്തെ റൈറ്റേഴ്സിൻ്റെ പ്രത്യേകം നമുക്ക് പഴയ പരിപാടിയൊന്നും ഇനി എഴുതി സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല. അതെ, പുതിയ കാൽപ്പനികത, പഴയ കാൽപ്പനികത, അതേ എന്താണ് നിലാവും പൂനിലാവും പൂങ്കാറ്റും അതിനൊക്കെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫുള്ളായിട്ട് കഴിഞ്ഞു എന്ന് ഞാൻ പറയില്ല, ചിലപ്പോൾ വർക്കാവുമായിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ അത് ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കിനാവും നിലാവും ഒക്കെ വെച്ച് എഴുതിയ പാട്ട് എൻ്റെ തന്നെ ഹിറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പറയുന്ന ഇതിലൊക്കെ അങ്ങനത്തെ എലമെൻറ്റ്സ് ഉണ്ട്, നമ്മുടെ ക്ലീഷ ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ഉണ്ട്. ഈ മെമ്പർ രമേഷിൻ്റെ പാട്ടൊക്കെ അങ്ങനെയാണ്. മറ്റേ ഈറന്നിലാവിൽ വരവായി ആ പാട്ട് ഞാനൊന്നും പാടി കൊളവാക്കുന്നില്ല. ഞാൻ എഴുതിയ പാട്ട് ഞാൻ പാടി. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്, പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ്, പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ, പതിവായി പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ, ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ല. ഇതാണ് ആക്ച്വലി ഞാൻ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് എഴുതുന്ന പാട്ട്. ആദ്യമായിട്ട് എഴുതുന്ന പാട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്, പ്രോപ്പർ ലിറിക്സ്. പിന്നെ മറ്റേ അതല്ലാണ്ട് ഒരു പാട്ട് ലിറിക്സ് നമുക്ക് ഇവൻ സീൻ കോൺട്രയും കലിപ്പൊക്കെ അതിന് മുമ്പ് ചുമ്മാ എഴുതിയതാണെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതല്ലല്ലോ, പ്രേമത്തിന് വേണ്ടി എഴുതിയ പാട്ടുകളല്ല അതൊന്നും. അതൊക്കെ ചുമ്മാ പ്രേമത്തിലേക്ക് എടുത്തതാണ്. ഇങ്ങനത്തെ കുറെ വെറുതെ ഇരുന്ന് പാട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അതിൽ പലതൊക്കെ ഇനി വരുന്ന ഏതെങ്കിലും സിനിമയിലൊക്കെ എടുക്കപ്പെടാം. പിന്നെ പല സിനിമയിൽ എഴുതിയിട്ട് റിജക്റ്റ് ആവുന്നുണ്ടല്ലോ, അതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കന്നഡയിൽ വേണമെങ്കിൽ ഞാനത് കന്നഡയിൽ തരുന്നതാണ്. കുറച്ച് മലയാളം പാട്ട് എൻ്റെ കയ്യിലുണ്ട്. അതെ, ഇനി കന്നഡയിൽ കുറച്ച് മലയാളം പാട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡബിങ് ചെയ്തിട്ട് പണി കൊടുക്കുന്ന ഓക്കെ ഹേ മേരാ പാസ്. സോ നിരഞ്ജന, ഇതില് മമ്മൂക്കയുടെ പാഷൻ അറിയാം ഒരുപാട്. അദ്ദേഹം ഒരുപാട് ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരുപാട് വിഷ്വലും ട്രെയിലറിലും നമ്മൾ അത് കാണുന്നുണ്ട്. ഫാൻസിനൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് അത് കാണാൻ വേണ്ടിട്ട്. നിങ്ങൾ ആരെങ്കിലും അതിൽ കാറിൽ ഉണ്ടായിരുന്നോ? അത് എക്സ്പീരിയൻസ് ചെയ്തോ? എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഡ്രൈവിംഗ്? ഇല്ല, ഓഫ് കോഴ്സ് അടിപൊളിയായിരുന്നു. പിന്നെ ചെയ്യുന്നത് സീക്വൻസസും കാര്യങ്ങളൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് സേഫ്റ്റി മെഷേഴ്സും ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്തു. അടിപൊളിയായിരുന്നു. പിന്നെ മമ്മൂക്ക് എനിക്കൊന്ന് ഉണ്ട്, കുറച്ചുണ്ട് മമ്മൂക്കയുടെ കാറിലുള്ള മമ്മൂക്കയുടെ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോഴും, ബിക്കോസ് നേരത്തെ പറഞ്ഞാൽ പുള്ളിക്ക് ഡ്രൈവിങ്ങും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് കാണുമ്പോഴും നമുക്കൊരു ഒരു രസമുണ്ട്. കാരണം ആ ജീപ്പ് ഓടിക്കാനൊക്കെ നല്ല പാടാ. അത് ഓടിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അത് നല്ല പാടാണ് അത് ഓടിക്കാൻ. അതൊക്കെ ഭയങ്കര പാഷനറ്റ് ആയിട്ട് തന്നെ മമ്മൂക്ക ചെയ്തിട്ടുമുണ്ട്. അപ്പൊ നിരഞ്ജന ക്യാരക്ടറിനെ പറ്റി പറയില്ല എന്നാണ്, അല്ലെ? ഒന്നും നമ്മളോട് മിണ്ടില്ല എന്നാണ്. മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതും പറയില്ല, ഒന്നും പറയില്ല. ചോദ്യം ഒരു വേർഡ് ആൻസർ. ആദ്യം നിരഞ്ജന പ്രശ്നം ഞാൻ ചോദിക്കുമ്പോ പിന്നെ മിണ്ടണില്ല. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ പറയും മമ്മൂക്കായിട്ടുള്ള ആ ഒരു, എനിക്ക് തോന്നുന്നു പുത്തമ്പണത്തിന് ശേഷമാണ് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കോമ്പിനേഷൻ സീൻസ് അല്ലേ ഉണ്ടായിരുന്നത്? അപ്പൊ എങ്ങനെയായിരുന്നു അത്? ഈ പറഞ്ഞത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ എന്താ പറയാ, അല്ല എത്രത്തോളം സപ്പോർട്ടീവ് ആണ്, അല്ലെങ്കിൽ എന്നെ പോലെ പഠിച്ചു വരുന്നവർക്ക് എത്രത്തോളം കൂടെയുള്ള ആളെ പാനിക് ചെയ്യിപ്പിക്കാതെ അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. എനിക്ക് പുത്തമ്പണത്തിൽ അവസരം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അത് ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അപ്പം
ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ചധികം സംസാരിക്കാനുള്ളൊരു സീൻ ഉണ്ടായിരുന്നു. നഞ്ജനയുണ്ട്. അപ്പം അത് അവസാന ലാപ്പൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നമ്മൾ കാരണം ഒരു സീൻ ഡിലേ ആവരുതെന്ന് അതിയായിട്ട് ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് മമ്മൂക്ക ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറത്ത് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒച്ചയൊന്നും വരാണ്ടായി. അതായത് വാ തുറന്ന ഡയലോഗ് പറയുമ്പോൾ കാറ്റാ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു സൂപ്പർ സ്റ്റാർ കൂടെ ഉള്ളപ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞു വരുമ്പോ ഒച്ച അവിടെ പോയി. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം റിലാക്സ്, ബ്രീത് ഇൻ ബ്രീത് ഔട്ട്, ഇനി ഡയലോഗ് പറഞ്ഞാൽ മതി എന്നൊക്കെ കൂടെ നിൽക്കുന്ന വളരെ പേഷ്യൻ്റ് ആയിട്ട് ഇങ്ങോട്ട് പറയുമ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനം ഉണ്ട്. അതിൻ്റെ ഒപ്പം ഒരു സന്തോഷവും സ്ട്രെസ്സും എല്ലാം കൂടി വന്നിട്ടുള്ളൊരു വികാരമുണ്ട്. അതായത് നമുക്ക് നന്നായി ചെയ്യണമെന്നുണ്ട് എന്നാൽ അപ്പോൾ ആ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായി, ആ പേഷ്യൻസും മനസ്സും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. പിന്നെ കിട്ടും തോറും നമുക്ക് കൂടുതൽ ആഗ്രഹിക്കാൻ. അപ്പോൾ ഇതിൽ ഇത്രയും കോമ്പിനേഷൻസ് ഉണ്ട്. ഇനി എനിക്ക് കൂടുതൽ ഉണ്ടാവണമെന്ന് ഇനിയും ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു അവസരം വരുമോന്ന് അറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒന്ന് കഴിയുമ്പോൾ വീണ്ടും ഗ്രീഡ് ഉണ്ടാവില്ല. കുറച്ചും കൂടെ വലിയൊരു ക്യാരക്ടർ ഫുൾ ത്രൂ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഐ എം വെരി ഹാപ്പി വിത്ത്. രാജ് സർ, ഇപ്പോൾ നമുക്ക് സിനിമക്ക് പൊതുവിൽ ഇപ്പോൾ സർ റൈറ്ററാണ്, ഒരു ഡയറക്ടറാണ്, അതുപോലെ പ്രൊഡ്യൂസറാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ പൊതുവിൽ സിനിമയ്ക്ക് സൊസൈറ്റിയോട് സിനിമ ഈസ് ഓൺലി നീഡ് ടു ബി ആൻ എന്റർടൈൻമെന്റ് ഓർ അതല്ലാതെ എന്തെങ്കിലും ഒരു ബാധ്യതയോ കടമയുണ്ടോ സിനിമയ്ക്ക്? ഏത് റെസ്ട്രിക്ഷനും സിനിമക്കില്ല. ഐ തിങ്ക് ദർ ഷുഡ് ബി ഓൾ കൈൻഡ് ഓഫ് സിനിമ. Just like there should be all kind of people. If you say to any culture that there should be certain people only living in this country, it's a very wrong thing to say. In the same way, if we say there should be only one kind of entertainment, one kind of cinema, even that's a wrong thing. I think everybody has the right to do what they want to, because people has the right to reject what they want to. Finally, people will watch and people will decide what they want to, and we cannot restrict the people. That's a very wrong thing to do, because we are in the most largest democracy in the world. So I don't think there should be there should be a body which is actually telling what to do and what not to do. It's okay. സോ നമുക്ക് കുറച്ച് സമയപരിധി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈനലി ടർബോ എന്നൊരു സിനിമ ഓഫ് കോഴ്സ് ഒരു മാസ് അപ്പീലുള്ള ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ബാക്ക് എൻഡ് ആണെങ്കിലും ഫ്രണ്ട് എൻഡ് ആണെങ്കിലും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു സിനിമയാണ്. സോ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? അതുപോലെ നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് ഫൈനലി പറയാനുള്ളത്? എന്റർടൈനർ എന്ന് എനിക്കൊന്ന് പ്രൊമോഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ പറയുന്നതാണ്. അത് മാത്രമേ പറയാൻ പാടുള്ളൂ. അത് മാത്രം, വേറെ വാക്കുകളൊന്നും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വോയിസ് നോട്ട് മിഥുൻ മാനുവൽ തോമസിന്റെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറയാൻ പാടില്ല. ഏത് ഇന്റർവ്യൂ നോക്കിയാലും അത് തന്നെ കാണും. ചാറി മുക്കി ആ അവസ്ഥയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ എൻ്റർടൈനിങ് ഫിലിം, ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ എൻ്റർടൈനിങ് ഫിലിം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പാക്കേജ് ഫിലിമാണ്. ആക്ഷൻ ഉണ്ട്, അത് ഓൾറെഡി കണ്ടിട്ട് ഇടിയാണ്. പിന്നെ ഹ്യൂമർ ഉണ്ട്, കുറച്ച് ത്രില്ലിങ് എലിമെന്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മമ്മൂക്ക തന്നെ പറഞ്ഞ പോലെ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടമാണ്. അല്ലാതെ ഫാമിലി ഓഡിയൻസ്, യങ്സ്റ്റേഴ്സ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണൂ. May 23 സെലിബ്രേറ്റ് ആ ഫിലിം. പിന്നെ എല്ലാ ജോണും പോലെ ഇതിനും വേറെ അഭിപ്രായമൊക്കെ ഉണ്ടാവുമായിരിക്കാം, അങ്ങനെയുള്ളവരുണ്ടാവുമായിരിക്കും. ആർക്കാണ് ഭൂരിപക്ഷം എന്നുള്ളത് 23-ാം തീയതി. അതെ. Okay sir, what else want to see? Nothing, just like you have supported all kind of cinema, please watch this movie and support, because it's a good entertainer. Okay. Come on 23rd and celebrate Mammootty sir. ഇത്രയും നല്ല ഭാഷയിൽ ഇവരെല്ലാവരും കാര്യം പറഞ്ഞു. പിന്നെ ഏറ്റവും വലിയ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് വന്നിട്ടുള്ള പല ടൈപ്പ് ഓഫ് ജോണറുകളാണ്. സർവൈവൽ ത്രില്ലർ ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സും ആടുജീവിതം വന്നു, റോംകോം ആയിട്ടുള്ള പ്രേമലു വന്നു, ആവേശം വേറൊരു മൂഡ് പടമായിരുന്നു. അങ്ങനെ ഈ ജോണറിലുള്ള പടങ്ങൾ നമ്മൾ മലയാളത്തിൽ അതെ വളരെ കുറവാണ്. നമ്മൾ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മാസ് മസാല എന്നുള്ളത്. അപ്പം ഈ ജോണറിന് എത്രത്തോളം ഇപ്പോൾ ഈ കാലത്തിൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യവും കൂടിയാണ്. കാരണം ഇതനുസരിച്ചിട്ട് ഇനി ബാക്കിയുള്ള മേക്കേഴ്സിനും റൈറ്റേഴ്സിനും ഒക്കെ ഇങ്ങനെ ഈ ജോണറിലുള്ള പടം കാണാൻ താല്പര്യമുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അതെ, ഉറപ്പായിട്ടും. അവര് ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്ന് നമുക്ക് 23 അറിയാം. ഓക്കെ, എന്തായാലും സന്തോഷം. സിനിമ ഒരു വൻ വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.